വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്കിന്ന് +2 ഫസ്റ്റ് ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇക്വലൻസ് റിലേഷൻ. എ റിലേഷൻ ഫ്രം എ ടു ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. അല്ലേ, നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആകണമെങ്കിൽ അതിന് 3 കണ്ടീഷൻസ് ഉണ്ട്: സിമ്മെട്രിക്, reflexive, symmetric and transitive. A relation from ആദ്യം നമുക്ക് റിഫ്ലെക്സീവ് റിലേഷൻ ജസ്റ്റ് ഞാനൊന്ന് എഴുതിയിട്ട് റിഫ്ലെക്സിലോട്ട് വരാം. എ റിലേഷൻ ഫ്രം A to B is a subset of A cross B. നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. അത് റിഫ്ലെക്സീവ് ആകാനുള്ള കണ്ടീഷൻ. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എവരി എലിമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. നമ്മളിപ്പോൾ അതിനകത്ത് ഒരു ആ റിലേഷനിൽ ഒരു ഓർഡേഡ് പെയർ എഴുതുമ്പോൾ എന്തായിരിക്കും, അതിനകത്തുള്ള ഓരോ ഓർഡേഡ് പെയറും 1 1 2 2 3 3 ആ ഒരു ഫോമിലായിരിക്കും. അതാണ് റിഫ്ലെക്സീവ്. എ 1 2 3 നമ്മളൊരു എ ടു എ ആണെന്നിരിക്കട്ടെ. എ റിലേഷൻ ഫ്രം എ ടു എ. എയിൽ നിന്നും എയിലേക്കുള്ള നമ്മൾ റിലേഷൻ എഴുതുന്നു. ആ റിലേഷനിൽ ഈ ഓർഡേഡ് പെയർ 1 1 2 2 3 3 പിന്നെ വേറെ ഓർഡേഡ് പെയർ വരെ നോക്കാം 1 2 2 1 ഇത്രയും ഉണ്ടെന്നിരിക്കട്ടെ. ഇപ്പം നമ്മളിത് റിഫ്ലെക്സീവ് ആണോ എന്നെങ്ങനെ ചെക്ക് ചെയ്യാം? ഇവിടെ എയിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ട്? 1 2 3. എവരി എലിമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. 1 1 ഉണ്ടായിരിക്കണം, 2 2 ഉണ്ടായിരിക്കണം, 3 3 വരണം. മനസ്സിലായല്ലോ? ഇപ്പോൾ വേറെ ഓർഡേഡ് പെയർ ഉണ്ടെങ്കിലും ഇവിടെ 3 എലിമെൻറ്റ്സ് ആണെങ്കിൽ 3 എലിമെൻറ്റ്സും അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദിസ് റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്. Reflexive. A, A element R. A relation from A to A, then A element R for every A in capital set A. ഇനി സിമ്മെട്രിക്. ഞാൻ ഫുൾ ഡെഫിനേഷൻ എഴുതുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായത്. സിമ്മെട്രിക് റിലേഷൻ. ഇപ്പോൾ സിമ്മെട്രിക് ആകാനുള്ള കണ്ടീഷൻ എന്താ? ഇഫ് എ ബി എലമെൻറ്റ് ആർ ഇംപ്ലൈസ് ബി എ എലമെൻറ്റ് ആർ. അപ്പം ആ ഒരു റിലേഷനിൽ എ ബി എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ ഉണ്ടെങ്കിൽ ഏതുണ്ടായിരിക്കണം? തിരിച്ചിട്ടാൽ എന്ത് വരും? ബി എ അതിനകത്ത് ഉണ്ടായിരിക്കണം. ഇപ്പോൾ 1 2 റിലേഷനിലുണ്ടെങ്കിൽ ഏതും വരണം? 2 1 വരണം. അപ്പം അങ്ങനെ വന്നാൽ മാത്രമേ അത് സിമ്മെട്രിക് ആകത്തുള്ളൂ. എ ബി എലമെൻറ്റ് ആർ ഇംപ്ലൈസ് ബി എ എലമെൻറ്റ് ആർ, ദെൻ ആർ ഈസ് സിമ്മെട്രിക് റിലേഷൻ. ഇനി നമുക്ക് ട്രാൻസിറ്റീവ് എന്താണെന്ന് നോക്കാം. let A, B എലമെൻറ്റ് ആർ. നമ്മളിവിടെ എ ബി എലമെൻറ്റ് ആർ. ഇവിടെ സെക്കൻഡ് എലിമെൻ്റ് ഏതാണ്? ബി അല്ലേ? ആ ബിയിൽ തുടങ്ങുന്ന ഓർഡേഡ് പെയർ അങ്ങനെ നോക്കുക. ബി സി എലമെൻറ്റ് ആർ. ഒരു റിലേഷനിൽ എ ബി ഉണ്ട്, ബി സി ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് ഏത് ഉണ്ടായിരിക്കണം? എ സി ഉണ്ടെങ്കിൽ നമുക്കെന്ത് പറയാം? ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. എ ബി, ഇവിടെ ബി വൈ കോർഡിനേറ്റ്, ആ വൈ കോർഡിനേറ്റ് ആണ് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ്. അങ്ങനെയുള്ള ഓർഡേഡ് പെയർ മനസ്സിലായല്ലോ. എ ബി എലമെൻ്റ് ആർ ആൻഡ് ബി സി എലമെൻ്റ് ആർ, ദെൻ എ സി എലമെൻ്റ് ആർ.
ഇങ്ങനെ വന്നാൽ നമുക്ക് എന്ത് പറയാം? ദ റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ്. ലെറ്റ് 1, 2 എലമെൻ്റ് ആർ, ഇവിടെ 2 ആണ്, 2, 3 എലമെൻ്റ് ആർ. ഇത് ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ ഏത് ഉണ്ടായിരിക്കണം? 1, 3. 1, 3 എലമെൻ്റ് ആർ ഇതിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. റിഫ്ലെക്സീവ്, സിമ്മെട്രിക്, ട്രാൻസിറ്റീവ്. ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിവലൻസ് റിലേഷൻ. അപ്പോൾ ഇക്വിവലൻസ് റിലേഷൻ ആണെങ്കിൽ അതെന്തായിരിക്കണം? റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമ്മെട്രിക് ആയിരിക്കണം, ആൻഡ് ട്രാൻസിറ്റീവും ആയിരിക്കണം. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലോ ഇത് ഇക്വിവലൻസ് റിലേഷനേ അല്ല. ഇക്വിവലൻസ് ഞാൻ ഡെഫിനിഷൻ വലുതായിട്ട് എഴുതുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് കാണുമല്ലോ. ഇക്വിവലൻസ് റിലേഷൻ അത് എന്തായിരിക്കണം? റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്, സിമ്മെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഇത് മൂന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷനെയാണ് ഇക്വിവലൻസ് റിലേഷൻ. ഇനി ട്രാൻസിറ്റീവിൻ്റെ കേസിൽ ഇപ്പോൾ നമുക്ക് 1, 2 ഒരു ഓർഡേഡ് പെയർ ഇങ്ങനെയാണ് നമുക്ക് റിലേഷൻ തന്നിരിക്കുന്നത്. 1, 2 ഉണ്ട്, 3, 4 ഉണ്ട്, 5, 6 ഉണ്ട്. ഇതിൽ നമുക്ക് ട്രാൻസിറ്റീവ് നോക്കണമെങ്കിൽ ഇവിടെ നോക്കിയാൽ 1, 2 ഉണ്ട് അല്ലേ? പിന്നെ 2 എന്ന് പറഞ്ഞാൽ ഓർഡേഡ് പെയർ തുടങ്ങുന്നില്ലല്ലോ, 3, 4 ആണ്, പിന്നെ 5, 6 ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കിതിലും എന്ത് പറയാം? അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഇല്ല അല്ലേ? നമുക്ക് നോക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കേസിലും നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ് എന്ന് പറയാം. 1, 2 ഉണ്ട്, 2, 3 ഉണ്ട്. പക്ഷെ 1, 3 ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 1, 3 നോട്ട് ആൻ എലമെൻ്റ് ഓഫ് ആർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. കാരണം ഇവിടെ വൈ കോർഡിനേറ്റ് ഉണ്ട്, ആ വൈ കോർഡിനേറ്റ് ഇവിടെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് വരുന്ന ഓർഡേഡ് പെയർ ഉണ്ട് അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ 1, 3 അതിലുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ അത് ട്രാൻസിറ്റീവ് ആകത്തുള്ളൂ അല്ലേ? ഇവിടെയോ അങ്ങനെ നമുക്ക് 2 ഇവിടെ ഇല്ല, തുടങ്ങുന്നില്ല. 3, 4 4ൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഇത് നമുക്ക് എന്തായിട്ട് പറയാം? ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്, ദിസ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അതാണ്. നമുക്കൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ആർ ഇൻ ദ സെറ്റ് എൻ ഓഫ് ആർ ഈസ് എ റിലേഷൻ in the set of n set of natural numbers. Natural numbers n. R is equal to ordered pair AB such that AB is a factor of 6. ചോദിച്ചിരിക്കുന്നത് ചെക്ക് വെദർ ആർ ഈസ് റിഫ്ലെക്സീവ്, സിമ്മെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. റിഫ്ലെക്സീവ് ആണോ, സിമ്മെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് 6 അറിയാമല്ലോ, 1, 2, 3, 6. നമുക്ക് ഓർഡേഡ് പെയർ വരുമെന്ന് നോക്കാം. 2 × 2 ഈസ് ഈക്വൽ ടു 4 ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് 6. ഇവിടെ കണ്ടീഷൻ എന്താണ്? ഓർഡേഡ് പെയർ എ ബി പറഞ്ഞെങ്കിൽ എ ബി എന്തായിരിക്കണം? എ ബി ഈസ് എ ഫാക്ടർ ഓഫ് 6. ഇവിടെ 2, 2 എലമെൻറ്റ് വരണമെങ്കിൽ 2 × 2 4 എന്തായിരിക്കണം? 6ൻ്റെ ഫാക്ടർ ആയിരിക്കണം. 6ൻ്റെ ഫാക്ടർ അല്ലല്ലോ 4 അല്ലേ? Therefore 2, 2 not an element of R. Therefore R is not reflexive.
ഇനി നമുക്ക് സിമ്മെട്രിക് നോക്കാം. സിമ്മെട്രിക് പിന്നെ എളുപ്പമാണ്. എ ബി ഫാക്ടർ ആണെങ്കിൽ എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എ അല്ലേ. 2 3 element R because 2 into 3 6, 3 into 2 commutative property ഉണ്ടല്ലോ. 2 into 3 is equal to 3 into 2. 2 into 3 is equal to 6 is a factor of 6. Therefore 2 3 element R implies 3 into 2, that is also 6. Three 2 element R. 2 into 3 6 is a factor of 6. നമുക്ക് എന്ത് എഴുതാം? 2 3 element R implies 3 into 2. 2 into 3 is equal to 3 into 2. 3 2 element R. It is symmetric. Therefore R is symmetric. ഇനി നമുക്കിത് ട്രാൻസിറ്റീവ് ആണോ നോക്കാം. ടു 3 എലമെൻ്റ് ആർ നമ്മൾ പറഞ്ഞു. 2 into 3 6, 6 is a factor. 3 2 element R. Let 2 3 element R, 3 into 2 3 2 element R. But 2 2 not an element of R. 2 3 ഉണ്ട്. ഈ 3യിൽ തുടങ്ങുന്ന ഓർഡേഡ് പേരാണ് 3 2. 3 into 2 6 is a factor of 6. But 2 2 not an element of R because 2 into 2 4. 4 is not a factor of 6. Therefore R is not transitive. ഈ ക്വസ്റ്റ്യനിൽ റിഫ്ലെക്സീവ് അല്ല അല്ലേ. ദിസ് റിലേഷൻ ഈസ് നോട്ട് റിഫ്ലെക്സീവ് ബട്ട് ഇറ്റ് ഈസ് സിമ്മെട്രിക്. ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ലെറ്റ് ആർ ബി എ റിലേഷൻ ഇൻ സെറ്റ് ഇസഡ്. ഇസഡ് മീൻസ് സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. ആർ ഈസ് എ ക്വസ്റ്റ്യൻ, വേറൊരു ക്വസ്റ്റ്യൻ. ആർ ഈസ് എ റിലേഷൻ in set Z. Z means set of integers. R is equal to ordered pair AB such that 2 divides A minus B. ഈ 2 divides A minus B ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ബി എലമെൻ്റ് ആർ. നോക്കാം, റിഫ്ലെക്സീവ് ചെക്ക് ചെയ്യാം. എ മൈനസ് എ നമുക്കറിയാം എന്താണ്? 0 അല്ലേ. 0 നമുക്ക് ഏത് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാം? നോൺ 0 നമ്പർ വെച്ചിട്ട്. 0/2, 0/4, 0/6 അല്ലേ. 2 divides 0. അങ്ങനെ എ മൈനസ് എ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാമെങ്കിൽ ഏത് ഓർഡേഡ് പെയർ ഉണ്ട്? എ കോമ എ ഇംപ്ലൈസ് എ കോമ എ element R. Therefore R is reflexive. ഇനി നമുക്ക് സിമ്മെട്രി നോക്കാം. Symmetry. Let AB element R implies 2 divides A minus B implies 2 divides B minus A. ഇപ്പം നമുക്കറിയാം 4 minus 2 പോസിറ്റീവ് 2. 2നെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 2 minus 4 നെഗറ്റീവ് 2. എന്തായാലും ഇവിടെ സെറ്റ് ഇസഡ് ആണ്, ഇൻറ്റിജേഴ്സിൻ്റെ ആണ് അല്ലേ. 2 minus 4 എന്താ? -2.
-2നെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലേ. സോ 2 ഡിവൈഡ്സ് ബി മൈനസ് എ. 2 ഡിവൈഡ്സ് ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ഏത് ഓർഡേഡ് പെയർ വരും? ബി കോമ എ. ഇവിടെ 2 ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് വരുമ്പം എ കോമ ബി. ഇവിടെ ബി മൈനസ് എ ആകുമ്പോൾ ഏത് ഓർഡേഡ് പെയർ വരണം? ബി കോമ എ. ബി എ എലമെൻറ്റ് ആർ. എ ബി എലമെൻറ്റ് ആർ ഇംപ്ലൈസ് ബി എ എലമെൻറ്റ് ആർ. Therefore R is symmetric. Symmetric relation. അടുത്തത് ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് ആണ് ചെക്ക് ചെയ്യാം. ലെറ്റ് എ ബി എലമെൻറ്റ് ആർ ആൻഡ് ബി സി എലമെൻറ്റ് ആർ. എ ബി ഉണ്ട്, ബി സി ഉണ്ട് എന്നൊക്കെ അസ്യൂം ചെയ്യാം. എ ബി എലമെൻറ്റ് ആർ എന്ന് പറഞ്ഞാൽ എന്താ? 2 ഡിവൈഡ്സ് എ മൈനസ് ബി. ആൻഡ് എ മൈനസ് ബി ആൻഡ് ബി മൈനസ് സി. ഡിവിസിബിൾ ബൈ 2. 4ഉം 6ഉം രണ്ടും ഡിവിസിബിളാണ്. ആ നമ്പേഴ്സ് നമ്മളൊന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ 4 + 6 എത്രയാണ്? 10. 10 ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 2 അല്ലേ. ഇവിടെ എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി. ബി ബി ക്യാൻസൽ. സോ 2 ഡിവൈഡ്സ് എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി. നമുക്കെന്ത് കിട്ടി? 2 ഡിവൈഡ്സ് എ മൈനസ് സി. എ മൈനസ് സിയെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം എന്നുണ്ടെങ്കിൽ ഏത് ഓർഡേഡ് പെയർ വരും അവിടെ? എ കോമ സി. എ സി എലമെൻറ്റ് ആർ. Therefore R is transitive. Therefore R is an equivalence relation. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ 1 on 2 നോക്കാം. Therefore R is an equivalence relation. അതും കൂടെ എഴുതാം. എല്ലാവരും നന്നായി പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, താങ്ക് യു.